കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഡിജിറ്റൽ യുഗത്തിൽ ഫോട്ടോഗ്രാഫർമാർക്കും ഇനി പുത്തൻ വിപണന തന്ത്രങ്ങൾ. AKPS സോഷ്യൽ മീഡിയ വർക്ക്ഷോപ്പ് ശ്രദ്ധേയമായി. മാറുന്ന കാലത്തിനനുസരിച്ച് ഫോട്ടോഗ്രാഫി രംഗത്തെ വിപണന സാധ്യതകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ മേഖല ഐഡന്റിറ്റി കാർഡ് വിതരണത്തോടനുബന്ധിച്ച് നടന്ന ക്ലാസ് ഫോട്ടോഗ്രാഫർമാർക്ക് പുത്തൻ അറിവുകൾ പകർന്നു നൽകുന്ന ഒന്നായി മാറി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ അൽഗോരിതങ്ങൾ തിരിച്ചറിഞ്ഞ് എങ്ങനെ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്താമെന്നും ഗുണനിലവാരമുള്ള ഉള്ളടക്കത്തിലൂടെ പുതിയ ക്ലയന്റുകളെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളും അദ്ദേഹം വിവരിച്ചു. ക്ലാസ് നയിച്ച പ്രമുഖ സോഷ്യൽ മീഡിയ വിദഗ്ധൻ ജിൻഡോ ജോസഫ് ഫോട്ടോഗ്രാഫർമാർ എങ്ങനെ തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാമെന്നതിനെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു പൈസ കിട്ടിയെന്ന് ഫ്രീ ആയിട്ട് പോയാൽ പോരാ. നമ്മളൊരു സ്ഥാപനമാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ എക്സ്പെൻസ് ഉണ്ട്, എക്യുപ്മെന്റ് എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ട്രാവലിംഗ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ പ്രൈസിങ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഒരു ബിസിനസ് സംരംഭം അപ്ഗ്രേഡ് ആവുള്ളൂ. ഇപ്പൊ നമ്മളൊരു വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ വേറെ ആളുകളായിരിക്കും. അപ്പൊ ഇവരായിട്ടുള്ള ഇന്റർ കണക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ടീം വർക്ക് നമ്മൾ നമ്മുടെ വർക്കിൽ മെയിൻറ്റെയിൻ ചെയ്താലാണ്. AKPS സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് കള്ളാട്ടുകുടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ കരുത്ത് ഓരോ അംഗത്തിലുമാണെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അംഗങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇത്തരം വർക്ക്ഷോപ്പുകളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല രീതിയിൽ ക്ലാസ് എടുക്കുവാനൊക്കെ പ്രാപ്തരായി അവർ വളരെ സൗജന്യമായിട്ടൊക്കെ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തന്മാരായ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തന്മാർക്ക് ഒരു വഴികാട്ടുവാൻ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ് ഞാൻ കുറച്ചു നേരം കേട്ടുള്ളൂ. സംഘടനാ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാനെ വൈസ് പ്രസിഡന്റ് റോണി അഗസ്റ്റിൻ അനുസ്മരിച്ചു. ജില്ലാ പ്രസിഡന്റ് AA രജീഷ് ഐഡന്റിറ്റി കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം ചുമതലയേറ്റ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. മേഖലാ പ്രസിഡന്റ് PP നജീബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടോമി സാഗ സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന ബ്ലഡ് ഡൊണേറ്റ് ക്ലബ്ബ് കോർഡിനേറ്റർ സജി മാർവൽ, ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ്, ട്രഷറർ ജോമറ്റ് മാനുവൽ, ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ അജിമോൻ PS, റിജി KJ, സനിൽ KS, മനു മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.